എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് നമ്പർ 2 ആണ്. മൗണ്ട് കിളിമഞ്ചാരോയെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കിളിമഞ്ചാരോ. മൗണ്ട് കിളിമഞ്ചാരോ ഏകദേശം ഇക്വേറ്ററിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന് പറഞ്ഞ കൺട്രിയിലാണ് ഈ മൗണ്ടൻ ഉള്ളത്. ഏകദേശം 5900 മീറ്ററാണ് ഈ മൗണ്ടൻ്റെ ഉയരം. ഈ മൗണ്ടൻ കയറാൻ 5-6 റൂട്ടുകളുണ്ട്. 6, 7, 8 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കയറാൻ സാധിക്കും. ഫാസ്റ്റാണ്, നിങ്ങൾക്ക് 6 ദിവസം കൊണ്ട് കയറാം. പിന്നെ ഈ മൗണ്ടൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ഏറ്റവും താഴെ. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഐസ് കിട്ടും. സോ എവർഗ്രീൻ ഫോറസ്റ്റിൽ നിന്ന് ഐസ് വരെ എത്താൻ 6 ദിവസം 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ബയോഡൈവേഴ്സിറ്റി റീജിയൻസ് കവർ ചെയ്തിട്ടാണ് നിങ്ങളിതിൻ്റെ മുകളിലെത്തുന്നത്. എവർഗ്രീൻ ഫോറസ്റ്റ് കഴിഞ്ഞ് ഗ്രാസ് ലാൻഡ് വരും, മൂർലാൻഡ് വരും, അതിനുശേഷം ഡെസേർട്ട് വരും, അതിനുശേഷം ഐസ് വരും. ഇത്രയും ബയോഡൈവേഴ്സിറ്റി കാണാൻ പറ്റിയ വേറെ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കൊളുക്കുമലയിലൊക്കെ പോയി ഈ ക്ലൗഡ് ബഡ് കണ്ടിട്ടുണ്ട്. അതിനേക്കാളും മനോഹരമായിട്ടുള്ള ക്ലൗഡ് ബഡ് ഞാൻ കിളിമഞ്ചാരോയുടെ മുകളിൽ കണ്ടിട്ടുണ്ട്. കിളിമഞ്ചാരോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നേറ്റീവ് ആഫ്രിക്കൻസ് തന്നെയാണ്. പാവം പിടിച്ച ആൾക്കാരാണ്. അവർക്ക് കമ്പനികളൊക്കെ വളരെ കുറച്ച് പൈസ മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ എക്സ്പെഡീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ടിപ്പാണ് ബേസിക്കലി അവർക്കുള്ള ശമ്പളം. അപ്പോൾ അതുകൊണ്ട് ഈ കിളിമഞ്ചാരോ എക്സ്പെഡീഷനൊക്കെ പോകുന്നവർ അവർക്ക് നല്ലപോലെ ടിപ്പ് കൊടുക്കുക. അതല്ല, അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് വേറെ ഒരു രാജ്യക്കാരൻ ട്രീറ്റ് ചെയ്യാത്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അവരവിടുത്തുകാരാണ്, പാവങ്ങളാണ്. നിങ്ങൾ ആദ്യം ദാറസലാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി ഇറങ്ങുന്നത്. അത് ടാൻസാനിയയുടെ തലസ്ഥാനം. അവിടുന്ന് കിളിമഞ്ചാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ടാണ് ഈ കിളിമഞ്ചാരോയിലേക്ക് പോകുന്നത്. ഏകദേശം കേരളത്തിൻ്റെ അതേ രീതികളും ഭൂപ്രകൃതിയും ഭക്ഷണമൊക്കെയാണ്. എനിക്ക് അവിടെ പോയപ്പം പൂവും പഴവും കപ്പയൊക്കെ കഴിക്കാൻ കിട്ടിയായിരുന്നു. അത് കേരളത്തിൻ്റെ ഒരു ഓർമ്മകളൊക്കെ അവിടെ നിന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കിളിമഞ്ചാരോ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അത് കിളിമഞ്ചാരോയെ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മാച്ചുപിച്ചുവിൽ വെച്ചിട്ടാണ്. അത് പെറുവിലെ ഒരു ലോകാത്ഭുതമായിട്ടുള്ള മാച്ചുപിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കിളിമഞ്ചാരോ എന്ന് പറഞ്ഞ രജനീകാന്തും ഐശ്വര്യറായിട്ടുള്ള പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. കിളിമഞ്ചാരോ എന്ന ഈ വേർഡിൻ്റെ അർത്ഥം ഷൈനിങ് മൗണ്ടൻ എന്നാണ്. സ്വഹേലി ഭാഷയാണ് ഈ കിളിമഞ്ചാരോയിൽ യൂസ് ചെയ്യുന്നത്. ടാൻസാനിയയുടെ ഏരിയയിൽ ആ ഭാഷയിൽ ഷൈനിങ് മൗണ്ടൻ, തിളക്കമുള്ള പർവ്വതം എന്നാണ് കിളിമഞ്ചാരോ അറിയപ്പെടുന്നത്.